ബഹുമാന്യനായ ഷാജൻ സക്കറിയ, താങ്കളുടെ യൂട്യൂബ് ചാനലായ മറുനാടനിലൂടെ ഈ കഴിഞ്ഞ ദിവസം തുറന്നുവിട്ടത് കുടത്തിലടച്ച ഒരു ഭൂതത്തെയാണ്. ലൂസ് ടോക്ക് എന്ന പ്രോഗ്രാമിലാണ് അത് സംഭവിച്ചത്. ഇനി ആ ഭൂതത്തിനെ താങ്കൾക്ക് ഒരിക്കലും കുടത്തിനകത്തേക്ക് കയറ്റാനും പറ്റില്ല. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിന്റെ വരും വരാഴികൾ എന്താണെന്ന് താങ്കൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല എന്നും ഞങ്ങൾക്കറിയാം. കേവലം നിസ്സാരമായി കാണേണ്ട ഒരു പ്രശ്നത്തെ താങ്കൾ ഊതിപ്പെരിപ്പിച്ച് താങ്കളുടെ 3.5 ലക്ഷം വരുന്ന പ്രേക്ഷകരിലേക്ക് അതിന്റെ വിഷം കുത്തിവെച്ചു എന്നുള്ളതാണ് താങ്കൾ ചെയ്ത കുറ്റം. പറഞ്ഞു വരുന്നത് നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ച ആസിയ പ്രശ്നം തന്നെയാണ്. ഒരു സ്ത്രീ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയെ കുറിച്ച് അഭിപ്രായം പറയുവാനോ അതിനെ ന്യായീകരിക്കുവാനോ മലയാളം TV ലൈവിന് താല്പര്യമില്ല. കാരണം അതിന്റെ ആവശ്യകത ഇവിടെയില്ല. ഇവിടെ താങ്കൾ ഉയർത്തിക്കാട്ടിയ പ്രശ്നം എന്താണ്? വാസ്തവത്തിൽ ആ പ്രശ്നം താങ്കളുടെ പ്രശ്നം അല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു മുസ്ലിം മതക്കാരി അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഹിന്ദു പേര് സ്വീകരിച്ചതാണ് താങ്കളുടെ പ്രശ്നം. കൃത്യമായി പറഞ്ഞാൽ ഒരു സമുദായ വാൾ ചേർത്തതാണ് താങ്കളും താങ്കളുടെ സുഹൃത്തായ അനിൽ നമ്പ്യാർക്കും പ്രശ്നമായത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്രയും വികാരഭരിതമായി സംസാരിച്ചത്. ആ വികാരം പടരാനായിട്ട് താങ്കൾ താങ്കളുടെ ചാനലിലൂടെ 3.5 ലക്ഷം താങ്കളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നതാണ് താങ്കൾ ചെയ്ത ഏറ്റവും വലിയ പാതകം. മുതിർന്ന പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അനിൽ നമ്പ്യാരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ചാനലും അത് ലക്ഷ്യമാകുന്ന രഹസ്യ അജണ്ടയും ഇവിടെ സാധാരണക്കാരുടെ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം. താങ്കൾ പുറത്തുവിട്ട ആസിയ എങ്ങനെ നമ്പ്യാരായി എന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നാളെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ നായരെന്നോ നമ്പൂതിരിയെന്നോ പേരിട്ടാൽ അതൊരു മാറ്റത്തിന് തുടക്കമാകും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ താങ്കൾ ആസിയോട് പറയുന്നുണ്ട്, ആസിയ നിങ്ങൾ ചെയ്തത് നമ്പ്യാർ സമുദായത്തിന് ബുദ്ധിമുട്ടായിരിക്കുന്നു. ആസിയ മോഡൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണം നമ്പൂതിരിന്നോ നമ്പ്യാരെന്നൊക്കെ പേരിട്ട് ഒരു വിപ്ലവത്തിന് തുടക്കമായി മാറാം. എന്തായാലും നമ്പ്യാർ സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ആസിയ തിരിച്ചറിയുക. ഇതിലൂടെ താങ്കൾ അർത്ഥമാക്കുന്നത് ജാതി ശ്രേണി ഇനിയും നിലനിൽക്കണം എന്ന് തന്നെയാണ്. താങ്കളും അനിൽ നമ്പ്യാരും ഇട്ടു തന്നത് ഒരു ചൂണ്ടയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത്. എത്രയോ മുസ്ലിം വിഭാഗക്കാരും ക്രിസ്തീയ വിഭാഗക്കാരും ഹിന്ദു മത പേര് സ്വീകരിച്ചുകൊണ്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അവരഭിനയിച്ച സിനിമകളിൽ അരയ്ക്കുന്നതും കുളിക്കുന്നതും നനയ്ക്കുന്നതുമായ ഭാഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? അത് വിഷ്വൽ മീഡിയയാണ്, സിനിമയാണ്, എന്നും നിലനിൽക്കുന്നതുമാണ്. താങ്കൾ ഉയർത്തിവിടുന്ന മറുനാടൻ അൽഗോരിതം മനസ്സിലാക്കാൻ അറിയാത്ത പൊട്ടന്മാരല്ല ഇവിടെയുള്ള അടിസ്ഥാന ജനത. മഹാനടന്മാർ വേഷമിട്ട സിനിമയിൽ നന്ദഗോപാലായിട്ട് വരേണ്ട ഒരു കഥാപാത്രത്തെ നന്ദഗോപാൽ മാരാർ എന്ന് കൂട്ടിച്ചേർത്ത് വിളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റിന്റെ ഒരു സീരിയലിൽ കുറുമ സമുദായത്തെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമുദായം സമരം ചെയ്തത് താങ്കൾ അറിഞ്ഞിരുന്നില്ലേ? ഇനി മറ്റൊരു സിനിമയിൽ മുസ്ലിം കഥാപാത്രമായ ബാപ്പൂട്ടിയെ കൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് കയറി അശുദ്ധമാക്കുന്നില്ല എന്ന് പറയിപ്പിച്ചതിൽ പിന്നീടും ഇതേ അജണ്ട തന്നെയാണ്. അതായത് മലയാളിയുടെ മനസ്സിൽ എന്നും ജാതി ശ്രേണി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നിയമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അക്കാദമിക് കൗൺസിലിൽ മനുസ്മൃതി LLB സിലബസിന്റെ ഭാഗമാക്കാനുള്ള നിർദ്ദേശം ചർച്ചയ്ക്ക് വന്നതായി താങ്കൾ അറിഞ്ഞിട്ടേയില്ല. ഇന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള പാരമ്പര്യ സ്വത്താണ് ജാതി. എന്നാൽ പുലയൻ, പറയൻ, കുറവൻ തുടങ്ങിയ ജാതികൾ പ്രിവിലേജിന് പുറത്താണ്. ഇത് മനസ്സിലാക്കിയാണ് ആസിയ നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത്. അതിനെപ്പറ്റി മലയാളം TV ലൈവ് ന്യായീകരിക്കുന്നുമില്ല. കൂട്ടത്തിൽ പറയട്ടെ, കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുടുക്കിയ കുപ്രസിദ്ധരായ സ്ത്രീകളുടെ എല്ലാം പേരിന്റെ അറ്റത്ത് ജാതിവാലുണ്ടായിരുന്നു. അവരുടെ എല്ലാ വീഡിയോകളും നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. അവിടെയൊന്നും ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ താങ്കൾക്ക് ഒരിക്കലും കാണിച്ചു തരാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇനി ആസിയയിലേക്ക് വരാം. ആസിയയുടെ പ്രൊഫഷൻ എന്ത്? നിയമം മൂലം ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്ത പ്രൊഫഷൻ ആണെന്ന്
തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അതിനെ എതിർത്ത് നിൽക്കാനാണ് താങ്കൾക്ക് ഇഷ്ടം. പിന്തിരിപ്പൻ എന്ന് വിളിപ്പേരുള്ള ഈ പ്രത്യയശാസ്ത്ര പ്രശ്നത്തിന് മറ്റ് പരിഹാരങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി താങ്കൾക്കില്ല എന്ന് ഞങ്ങൾ കരുതണം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, സഖാവ് അല്ലെങ്കിൽ കോമ്രേഡ് നമ്പ്യാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകില്ല എന്ന് താങ്കൾ പറയുന്നു. അതെന്താ? കമ്മ്യൂണിസ്റ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളും ഇത്തരക്കാരാണെന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പൈശാചികമായ ജാതി വ്യവസ്ഥ ഉപയോഗിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ആയിരക്കണക്കിന് വർഷങ്ങളായി സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും അടിച്ചമർത്തി സവർണൻ ഉണ്ടാക്കിയെടുത്ത സാംസ്കാരിക മൂലധനവും അതിന്റെ അതീശത്വ പൊതുബോധവും മൂലമുണ്ടായ അവർണർക്ക് ഗാംഭീര്യം തോന്നാത്തത് കൊണ്ടാണ് നരസിംഹം എന്ന സിനിമയിൽ മഹാനടനായ മമ്മൂട്ടി അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന പേര് ചേർത്തുകൊണ്ട് രംഗത്ത് വന്നതും അത് വിറ്റഴിക്കപ്പെടുന്നതും. ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥ നിലനിൽക്കണമെന്ന് തന്നെയാണ് താങ്കൾ താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. ജാതി വ്യവസ്ഥയുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക നേട്ടങ്ങളെല്ലാം അനുഭവിക്കുകയും അത് നിലനിർത്താൻ പാടുപെടുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് താങ്കൾ എന്നും പറഞ്ഞു വെക്കേണ്ടി വരും. താങ്കളുടെ കൂടെ ലൂസ് ടോക്ക് എന്ന പ്രോഗ്രാമിൽ സംസാരിച്ച രാജ്മോഹൻ DS, കോൺഗ്രസിന്റെ മുൻ നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന G. പ്രതാപവർമ്മ തമ്പാൻ, അദ്ദേഹം വർമ്മയല്ലായിരുന്നുവെന്നും അദ്ദേഹം ശ്രീനാരായണനായിരുന്നു, പിന്നെ എന്തുകൊണ്ട് വർമ്മ എന്ന് പേരിട്ടു എന്നതറിയില്ല എന്നുള്ള ആ സംസാരവും തീരെ അനുചിതമായി പോയി. കൊല്ലത്ത് മരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന പ്രതാപവർമ്മ തമ്പാൻ, അദ്ദേഹം വർമ്മയല്ല, അദ്ദേഹം ശ്രീനാരായണനായിരുന്നു. ഇനി പേരെന്താണ് ഇട്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതാപവർമ്മ തമ്പാൻ. താങ്കളും താങ്കളുടെ അനിൽ നമ്പ്യാറും മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. താങ്കൾ മണ്ണൊരുക്കുകയാണ്, മനുസ്മൃതി തിരികെ കൊണ്ടുവരുന്നതിനുള്ള മണ്ണ്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പ്രസംഗിച്ച നേതാവിന്റെ നാടാണിത്. നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് കേവലം ഒരു നമ്പ്യാർ സമുദായത്തിന്റെ പ്രശ്നമൊന്നുമല്ല, അടിസ്ഥാന വർഗത്തെ വീണ്ടും അടിച്ചമർത്തുന്നതിനുള്ള ചാപ്പകുത്തലാണ്.